രാജ്യത്തിൻ്റെ നിലപാട് വിദേശ വേദികളിൽ കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് അവതരിപ്പിച്ചു. ഒവൈസി അവതരിപ്പിച്ചു, കരിമൊഴി അവതരിപ്പിച്ചു, സുപ്രിയ സുലെ അവതരിപ്പിച്ചു, ശശി തരൂർ അവതരിപ്പിച്ചു, അതുപോലെ സൽമാൻ ഖുർഷീദ് അടക്കം എല്ലാ ആളുകളും അവതരിപ്പിച്ചു. പക്ഷേ അത് അവതരിപ്പിക്കാത്ത ഒരാൾ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം ഇപ്പോഴും വിചാരിക്കുന്നത് ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, ഇന്ത്യയുടെ മുങ്ങിക്കപ്പലുകൾ നഷ്ടപ്പെട്ടു, ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ അറബിക്കടലിൽ മുങ്ങിപ്പോയി എന്നൊക്കെ അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹം നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ, ഇത് ഉത്തരവാദിത്വമുള്ള പാർട്ടിയുടെ നേതാവാണെന്ന് ആലോചിക്കണം. ഇന്ദിരാഗാന്ധിയുടെ മകൻ്റെ മകനാണ്. അത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. മനസ്സിലായില്ലേ? അതെ, വെറും ഒരു രാഹുൽ ഗാന്ധിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ പോട്ടെന്ന് നോക്കിയത്. ഇത് രാഹുൽ ഗാന്ധിയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൊച്ചുമകനാണ്, ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണ്. അങ്ങനെയുള്ള ഒരാൾ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇതുപോലുള്ള പ്രസ്താവന നടത്തും. ഇത് കാണുമ്പോൾ കോൺഗ്രസ്സിലുള്ള ബാക്കി ഡിങ്കിരിവാലന്മാരെന്ത് ചെയ്യും? അവർ രാഹുൽ ഗാന്ധി പറഞ്ഞാണല്ലോ, ഇനിയിപ്പോൾ ഞാനും ഇത് തന്നെ പറയണമല്ലോ എന്ന് വിചാരിച്ച് ഈ വിഡ്ഢികളൊക്കെ ഇത് ആവർത്തിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? കോൺഗ്രസ് തോറ്റ് തുന്നം പാടും. കോൺഗ്രസ്സിന് ആൾക്കാർ വോട്ട് ചെയ്യാത്തതിന് വല്ല കുറ്റം പറയാൻ പറ്റുമോ? യാതൊരു കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ പുൽവാമ ആക്രമണം ഉണ്ടായി, ഞാൻ പറഞ്ഞില്ലേ, രാജ്യത്ത് വലിയ ദേശീയ വികാരം ഉണ്ടായി. രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്തായിരുന്നു? ഇന്ത്യ പാകിസ്ഥാനിൽ ബോംബിട്ടതിൻ്റെ തെളിവ് ചോദിച്ചു. വേറെ ഒരാൾ ചോദിച്ചില്ല. ഇന്ത്യ മഹാരാജ്യത്ത് തെളിവ് ചോദിച്ച ഒറ്റയ്ക്ക് ഒരാളുള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. മതിയല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിപ്പെട്ട ബാക്കി അലവലാദികളും ഇത് തന്നെ ആവശ്യപ്പെട്ടു. ദിവ്യ സ്പന്ദന എന്ന് പറഞ്ഞൊരു സിനിമാ നടിയുണ്ട്. അവർ പിന്നീട് കോൺഗ്രസ് വക്താവായിട്ട് മാറി. ഈ സ്ത്രീ പറഞ്ഞു, ആ വൈമാനികനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ വൈമാനികൻ എവിടെ? വൈമാനികനെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അവർ കഴിച്ച വൈമാനികനെ പാകിസ്ഥാൻകാർ ബിരിയാണി വെച്ച് കഴിക്കുന്നതാണ്. ഏതായാലും ഇവർ പറഞ്ഞ് നാക്ക് വളർക്കുമ്പോഴും വൈമാനികനെ ഇന്ത്യക്ക് വിട്ടുകൊടുത്തു. അഭിനന്ദൻ വർത്തമാൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ ദിവ്യ സ്പന്ദനയിൽ വായിലും നാക്കിലുണ്ടായി. അങ്ങനെയൊക്കെയാണ് കോൺഗ്രസിൻ്റെ ചരിത്ര പരാജയമുണ്ട്. ഈ രാഹുൽ ഗാന്ധി അമേത്തിൽ തോറ്റത് തുടർന്നറിയും ഇതുപോലെയൊക്കെയുള്ള വായ്ത്താരി മുഴക്കുന്നതുകൊണ്ടാണ്. മനുഷ്യർക്ക് വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, ഇല്ലേ? അത് ചെയ്യില്ല. അതിന് പകരം ഇതുപോലെയൊക്കെയുള്ള വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും.